Alhamdulillah. Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. ഇനി നമുക്ക് സൂറത്ത് അൽ-അറാഫിലെ 154-ാമത്തെ സൂക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലമ്മാ സകത അൻ മൂസൽ ഗളബ് അഖദൽ അൽവാഹ് وفي نسختها هدى ورحمة للذين هم لربهم يرهبون. فلما سكت عن موسى അലൈഹിസ്സലാമയെ സംബന്ധിച്ചിടത്തോളം അടങ്ങിയപ്പോൾ അൽ ഗളബു ദേഷ്യം, കോപം, അഖദൽ അൽവാഹ അദ്ദേഹം ആ പലകകൾ എടുത്തു. വഫി നുസ്ഖത്തിഹ അതിൻ്റെ പ്രതിയിലുണ്ട്, അതിൻ്റെ എഴുത്തിലുണ്ട്, ഹുദൻ നിർമാർഗമുണ്ട്, സന്മാർഗമുണ്ട്, വറഹ്മത്തുൻ കാരുണ്യവുമുണ്ട്, ലില്ലദീന ഒരു കൂട്ടർക്ക്, ഹും അവർ, ലി റബ്ബിഹിം തങ്ങളുടെ നാഥനോട്, റബ്ബിനോട്, ഇർഹബൂൻ ജാഗ്രത പുലർത്തുന്നവരാണ്, അല്ലെങ്കിൽ ഭയപ്പെടുന്നവരാണ്. ഒന്നുകൂടെ അർത്ഥം പറയാം. വലമ്മ സകത അൻ മൂസൽ ഗളബു മൂസ അലൈഹിസ്സലാമക്ക് ദേഷ്യം അടങ്ങിയപ്പോൾ, അഖദൽ അൽവാഹ അദ്ദേഹം ആ പലകകൾ, നേരത്തെ ദേഷ്യം വന്ന് സങ്കടവും ദേഷ്യവും എറിഞ്ഞ പലകകൾ എടുത്തു. വഫീ നുസ്ഖത്തിഹ അതിൻ്റെ കോപ്പിയിൽ അല്ലെങ്കിൽ അതിൻ്റെ എഴുത്തിലുണ്ട്. നുസ്ഖത്ത് എന്ന പ്രതി, പുസ്തകത്തിൻ്റെ നുസ്ഖ എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ ഒരു പ്രതി, അങ്ങനെ ഉണ്ടാവില്ല, ഒരുപാട് ബുക്ക് ഉണ്ടാവും. അപ്പോൾ അതിന് നുസ്ഖ എന്ന് പറയും, എഴുത്ത് എന്ന് പറയും. നസഖ പകർത്തി എഴുതുക എന്നുള്ളതിനൊക്കെ നസഖ എന്ന് പറയും. ഖത്തുൻ നസ്ഖ് പറഞ്ഞിട്ടൊരു എഴുത്ത് രൂപം തന്നെ ഉണ്ട്. അറബിയിൽ പുതിയ ഭാഷയിൽ എഴുതുന്നതിന് ഖത്തുൻ നസ്ഖ് എന്നാണ് പറയുക. നുസ്ഖത്ത് അതിൻ്റെ എഴുത്ത് അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി. ഹുദൻ അതിലുണ്ട്, ഹുദയുണ്ട്, നിർമാർഗമുണ്ട്, വറഹ്മത്തുൻ കാരുണ്യവുമുണ്ട്, ലില്ലദീന ഒരു കൂട്ടർക്ക്, ഹും അവരാകട്ടെ, ലി റബ്ബിഹിം തങ്ങളുടെ രക്ഷിതാവിനോട്, ഇർഹബൂൻ ജാഗ്രത കാണിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ എല്ലാ നിയമങ്ങളും പാലിക്കുന്നതിലും ശീലിക്കുന്നതിലും സദാ ജാഗ്രതയും സൂക്ഷ്മതയും പാലിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് ഇർഹബൂൻ. അവർ ഭയപ്പെടുന്നു എന്നും അവർ ജാഗ്രത പാലിക്കുന്നവരാകുന്നു എന്നും അർത്ഥമുണ്ട്. പ്രിയമുള്ളവർ, ഒരുപാട് വിശദീകരിക്കേണ്ട ഭാഗമൊന്നുമില്ല. ഖുർആനെ സംബന്ധിച്ചിടത്തോളം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞൊരു വാചകം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, സഹാബികളുടെ അടുക്കലേക്ക് വന്നിട്ട് അദ്ദേഹം പറയാം, അഹ്ലു സുഫയുടെ സഹാബികളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, സഹാബികൾ പറയാൻ, ഖറജ അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. എന്നിട്ട് പറഞ്ഞു, ഫഖാൽ എന്നിട്ട് പറഞ്ഞു, അബ്ശിറു അബ്ശിറു സന്തോഷിച്ചോളൂ കേട്ടോ, സന്തോഷിച്ചുകൊള്ളൂ എന്ന് ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ചോദിക്കണം, അലൈസ തശ്ഹദൂന ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ലെന്നും ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നില്ലേ? എന്നിട്ട് പിന്നെ അദ്ദേഹം ചോദിക്കുക. അപ്പോൾ അവർ പറഞ്ഞു, ഖാലു അവർ പറഞ്ഞു, നഅം അതെ, താങ്കൾ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട്, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു, നഅം ഖാല. അപ്പോൾ അദ്ദേഹം പറയാം, ഫ ഇന്ന ഹാദിൽ ഖുർആന അപ്പോൾ ഖുർആൻ അതുണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ, സബബു തർഫിഹി ബിയദില്ല അതിൻ്റെ ഒരറ്റം അള്ളാഹുവിൻ്റെ അടുക്കല, വ ത്വർഫുഹു ബിഐദിഹിം അതിൻ്റെ മറ്റേ അറ്റാണ് നിങ്ങളെ കയ്യിലുള്ളത്. അഥവാ നാം ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് ഖുർആനിൻ്റെ ഒരറ്റം അള്ളാഹുവിൻ്റെ കയ്യിലാണ്, മറ്റേ അറ്റം നമ്മളെ കയ്യിലുമാണ്. വ ത്വർഫുഹു ബിഐദിക്കും ഫതമസ്സകൂ ബിഹി അതിനെ മുറുകെ പിടിച്ചു കൊള്ളുക, അതിനെ അണച്ചുകൂട്ടി പിടിച്ചു കൊള്ളുക. ഫ ഇന്നക്കും ലൻ തളില്ലു ഞങ്ങൾ വഴി തെറ്റിപ്പോകൂല.
വലൻ തഹ്ലിക്കൂ ബഅദഹു അബദൻ. അങ്ങനെ തമസ്സുക്ക് ചെയ്താൽ, നിങ്ങൾ അതിനെ മുറുകെ പിടിച്ച് ജീവിച്ചാൽ നിങ്ങൾ വഴിതെറ്റിപ്പോവുകയോ ഹലാക്കിലാവുകയോ ഇല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ അർത്ഥപുഷ്ടിയുള്ള ഒരു വാചകമാണത്. അഥവാ നമ്മൾ അള്ളാഹുവിൻ്റെ കൈകളിൽ, അള്ളാഹുവിൻ്റെ പക്കൽ ഒരറ്റമുള്ള ഖുർആനെയാണ് മുറുകെ പിടിച്ചിരിക്കും. ഖുർആനെ മുറുകെ പിടിച്ചോളിയെന്ന എന്ന് വെച്ചാൽ മുസാഹഫ് മുറുക്കി അണച്ചുകൂട്ടി പിടിച്ചോളി എന്നല്ലല്ലോ ഇതിനർത്ഥം. അല്ല, മുസാഹഫ് തന്നെ എന്താണ്? ഈ മുസഹഫ് എന്നുള്ള പേര് എങ്ങനെ കിട്ടിയതാണ്? മുസഹഫ് എന്നുള്ള പേര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വെച്ചതാണ്. എന്താ കാരണം? സഹീഫത്ത് എന്നുള്ളതിനില്ല. സഹീഫത്ത് പറഞ്ഞാൽ ഏടുകൾ എന്നാണ്. അപ്പോൾ രണ്ട് ചട്ടകൾക്കിടയിൽ ക്രോഡീകരിക്കപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിനാണ് ഇതിന് മുസഹഫ് പറഞ്ഞത്. കാരണം അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലത്താണല്ലോ ഇത് ആദ്യമായിട്ട് അങ്ങനെ ക്രോഡീകരിക്കുന്നത്, ശേഖരിക്കുന്നത്. അതുകൊണ്ട് അതിന് മുസഹഫ് എന്ന് പേര് കിട്ടിയത്. അപ്പോൾ ഈ മുസഹഫിൻ്റെ പേജുകൾ, പണ്ടത്തെ പേജ് പറഞ്ഞാൽ എന്താണ്? ഈത്തപ്പനൻ്റെ പട്ട, തോല്, പാറ, ഇതൊക്കെ കൂടി പകർത്തിയിട്ട് തോലിലേക്ക് പകർത്തുകയാണ് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചെയ്തത്. എന്നാൽ തന്നെ എത്ര ഉണ്ടാവും ഒരു മുസഹഫ് പറഞ്ഞാൽ? ഇങ്ങനത്തെ പേജൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പേജുകളിൽ പകർത്തപ്പെട്ട് രണ്ട് ചട്ടകൾക്കിടയിൽ സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ള അർത്ഥത്തിനാണ് മുസഹഫ്. അപ്പോൾ ഖുർആനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ മുസഹഫിനെ ഭദ്രമായി അടച്ചു പൂട്ടി കെട്ടിവെച്ച് പണ്ടൊക്കെ നമ്മൾ ചെയ്തിരുന്നല്ലോ. എന്നിട്ട് പിന്നെ ഒരു തുണി കൊണ്ടൊരു ഉറയൊക്കെട്ട്, അത് മുസഹഫിൻ്റെ സംരക്ഷണത്തിൻ്റെ വളരെ ചെറിയൊരു ഭാഗമാണ്. പക്ഷെ ഇവിടെ ഖുർആനെ നിങ്ങൾ മുറുകെ പിടിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ ഖുർആനിലെ മുസഹഫിലെ വചനങ്ങളുടെ ആശയങ്ങൾ അതിനെ മുറുകെ പിടിച്ച് ജീവിക്കണം. ഫതമസ്സകൂ ബിഹി, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഫഇന്നഹു ലൻ തളില്ലു വലൻ തഹ്ലികൂ ബഅദഹു, നിങ്ങൾ വഴി തെറ്റിപ്പോകില്ല. അപ്പോൾ ഇത് നമ്മൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ഖുർആൻ, ഈ ഖുർആൻ എന്ന് പറയുന്നത് ഷഹാദത്ത് കലിമയുടെ വ്യാഖ്യാനമാണ്, വിശദീകരണമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചോദിച്ചത്, നിങ്ങൾ ഷഹാദത്ത് ചൊല്ലണില്ലേ? അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചിട്ടില്ലേ? മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിച്ചിട്ടില്ലേ? അതിൻ്റെ വ്യാഖ്യാനമാണ് ഖുർആൻ. ഷഹാദത്ത് കലിമയുടെ വിശദീകരണമാണ് ഖുർആൻ. അപ്പോൾ അതിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ എന്ന് പറഞ്ഞാൽ ഖുർആനിക ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾ വഴി തെറ്റൂല, നിങ്ങൾ അപകടത്തിൽപ്പെടൂല, അപായത്തിൽപ്പെടൂല. കാരണം ഈ ഖുർആൻ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ നിസ്സാരമായി കാണണം അതിൻ്റെ സംഗതിയല്ല. ഇത് അതിൻ്റെ ഒരറ്റം അള്ളാഹുവിൻ്റെ അടുക്കുക, അഥവാ അള്ളാഹു ഇറക്കി തന്നതാണ് എന്ന് സൂചിപ്പിക്കുക. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഖുർആനെ സ്വീകരിക്കണം. ഞാനിതൊരു വെറുമണി എടുക്കുകയല്ല, ഇത് അള്ളാഹുവിൻ്റെ നിയന്ത്രണം, അള്ളാഹു തആല ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അത്ഭുതകരമായ ഒരു പിടിവള്ളിയാണ്. ഇതിൽ പിടിച്ച് ജീവിച്ച് നമ്മൾ പിടിവള്ളി എന്നൊക്കെ പറയാൻ എന്തിനാണ്? കാള പൂട്ടുമ്പോൾ, കന്ന് പൂട്ടുമ്പോൾ ഒരു കയറിങ്ങനെ ഉണ്ടാവും. ഈ കന്ന് പൂട്ടാൻ വേണ്ടി അതിൻ്റെ കരിയിൽ കയറി നിൽക്കുന്ന ആൾ വീഴാതിരിക്കാൻ. കാളൂട്ടുകാരൊക്കെ കണ്ടിട്ടില്ല, ഒരു കയറ് കൂട്ടി പിടിക്കും. അതിനാണ് പിടിവള്ളി അറിയാം. നമ്മൾ പുഴയിൽ ഒലിച്ചു പോകുന്ന ഒരാൾക്ക് കയറ് എറിഞ്ഞു കൊടുക്കും, അതിനാണ് പിടിവള്ളി അറിയാം. എന്ന് പറഞ്ഞാൽ ഈ ജീവിതമാകുന്ന വലിയ സാഹസത്തിൽ നമ്മൾ വഴിതെറ്റി ഇടറി വീണ് പോകാതിരിക്കാനുള്ള ഒരു വള്ളിയാണ്. ഇതിൻ്റെ ഒരറ്റം അള്ളാഹുവിൻ്റെ അടുക്കലാണ് ഖുർആൻ എന്ന് നമ്മൾ അള്ളാഹു തആല ഉണർത്തുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഖുർആൻ പഠിച്ച് അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഓതി വെച്ചത് ഒരുപാട് വിശദീകരിക്കേണ്ടതില്ല, ഒന്നുകൂടെ അർത്ഥം പോലെ ഞാൻ അവസാനിപ്പിക്കും. മൂസാ നബി അലൈഹിസ്സലാം അവിടുത്തെ മടങ്ങി വന്നപ്പോൾ തൻ്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാമയുടെയും ജനതയുടെയും അവസ്ഥ രണ്ടിലും അദ്ദേഹത്തിന് സങ്കടമുണ്ട്. ഹാറൂൻ നബി അലൈഹിസ്സലാം ഇവരോട് ദേഷ്യപ്പെട്ടിട്ട് ഒഴിഞ്ഞു മാറി നിൽക്കുക. അദ്ദേഹം അതിലേറെ സങ്കടത്തിലാണ്. കാരണം ഷിർക്ക് ചെയ്തിരിക്കുക. ഒരു നബിയുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇതാണ് ദൈവം എന്ന് പറഞ്ഞ് പശുക്കുട്ടിനുണ്ടാക്കി ഷിർക്ക് ചെയ്തിരിക്കുക. നബിക്ക് സങ്കടം ഉണ്ടാവുള്ളൂ, ദേഷ്യം ഉണ്ടാവുള്ളൂ. നമ്മൾ പെരയിലൊന്ന് പോയി നോക്കുമ്പോൾ അവിടെ നമ്മളെ പെരക്കാർ ആടിനെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബിംബത്തെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദേഷ്യം ഉണ്ടാവുക, നമുക്ക് നമ്മൾ പീടിക്ക് സാധനം വാങ്ങാൻ പോകുന്ന അരിയും സാധനമൊക്കെ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ ആട് എറി ഇല്ലേ? തൗഹീദിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇതാണോ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു പോയത്? മൂസാ നബി അലൈഹി സ്വലാമയുടെ കയ്യിലുണ്ടായിരുന്ന വേദം രേഖപ്പെടുത്തിയിട്ടുള്ള നുസ്ഖ സങ്കടവും ദേഷ്യവും സഹിക്കാൻ വയ്യാതെ അദ്ദേഹം എറിഞ്ഞിട്ട് ഹാറൂൻ നബിയുടെ മുടി പിടിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ്. അങ്ങനെ അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഹാറൂൻ നബിയുടെ വിശദീകരണം കേട്ടു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ മനസ്സിന് സമാധാനം നൽകി. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമക്ക് ആ ദേഷ്യം
സക്കത്തറിന് സുക്കൂത്ത വടങ്ങിയപ്പോൾ അഹദറിനെ എടുത്തു, അൽ അൽവാഹ അദ്ദേഹം നേരത്തെ വലിച്ചെറിഞ്ഞ പലകകൾ അതെങ്ങനത്തതായിരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ വയ്യ. എറിഞ്ഞപ്പോൾ പൊട്ടിപ്പോയിരുന്നു പറയുന്നുണ്ട് ചില തഫ്സീറിലൊക്കെ, അല്ലാഹു അഅലം, അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആ ലൗഹകൾ എടുത്തു. വഫി നുസ്ഖത്തിഹ, അതിൻ്റെ എഴുത്തിലുണ്ട്, അഥവാ എടുത്ത നുസ്ഖത്ത് ആ അൽവാഹുകളിലുണ്ട് ഹുദയുണ്ട്. എന്താ ഹുദാർന്ന? ദുനിയാവിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതിന് വഴിയുണ്ട്. അതതിൽ വിശദീകരിച്ചു. ഖുർആൻ ഹുദ എന്ന് പറയുമ്പോൾ അതാണ്, എങ്ങനെയാണ് ദുനിയാവിൽ ജീവിക്കേണ്ടത് എന്നതാണ് ഖുർആൻ ഹുദ എന്ന് പറയുമ്പോൾ നമ്മൾ, അതായത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത് ഖുർആനിൻ്റെ അധ്യാപനങ്ങളാണ്. വറഹ്മത്തുൻ, കാരുണ്യവുമുണ്ട്. ഹുദയനുസരിച്ച് ജീവിച്ചാൽ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ സ്നേഹവും കരുണയും ഉണ്ടായിരിക്കും. ഹുദ എന്നും റഹ്മത്ത് എന്നും ഒരിടത്ത് വരുമ്പോൾ ആദ്യം പറഞ്ഞ ഹുദ ദുനിയാവിൽ ജീവിക്കാനുള്ളതും, രണ്ടാമത് പറയുന്ന റഹ്മത്ത് ആ ദുനിയാവിൽ ജീവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പരലോകത്ത് അള്ളാഹുവിൻ്റെ കരുണ കിട്ടുമെന്നും, അതാണ് രണ്ടും ഒരുമിച്ച് പറയുന്നത്. ഹുദൻ റഹ്മത്തുൻ ലില്ലദീന, അതാർക്ക? ലില്ലദീന ഹും, ഒരു കൂട്ടർക്ക്, ഹും ലി റബ്ബിഹിം, അവർ തങ്ങളുടെ റബ്ബിനോട് യർഹബൂൻ, ഭയപ്പെടുന്നവരാണ്. എന്ന് ഭയപ്പെടുക പറഞ്ഞാൽ എന്താണ്? അള്ളാഹ് പറഞ്ഞനുസരിച്ച് ജീവിക്കണവരാണെന്ന് തന്നെ, അതന്നെ ജാഗ്രത പുലർത്തുന്നവരാണെന്ന് പറഞ്ഞാലും അള്ളാഹു ഖുർആനിലൂടെ എന്തൊക്കെ നിയമനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ, എന്തൊക്കെ പാലിക്കണമെന്നും എന്തൊക്കെ ശീലിക്കണമെന്നും എന്തൊക്കെ വെടിയണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ടോ അത് പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അതാണ് ലില്ലദീ റഹ്ബത്ത് എന്നുള്ളതിനുണ്ടായതാണ്. ലില്ലദീന ഹും ലി റബ്ബിഹിം യർഹബൂൻ. മനസ്സിലായിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷിച്ച് വെച്ചുകൊണ്ട് ഖുർആനാകുന്ന ഹുദ സ്വീകരിച്ച് ജീവിക്കാൻ നമ്മെ എല്ലാവരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ എപ്പോഴും ഓർത്ത് അത് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രവർത്തിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യാൻ നമുക്ക് അവൻ തൗഫീഖ് നൽകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.